വോട്ട് കൊള്ള ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി പരസ്യ പോരിന് ഇന്ത്യ മുന്നണി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ തെരഞ്ഞെടുപ്പിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരാനാണ് ഇന്ത്യ മുന്നണിയുടെ ആലോചന. ധനസുമോദ് ഇത് തീരുമാനിക്കുകയും അതിന് നടപടികളുമായി മുന്നോട്ട് പോകാൻ അവർ സ്റ്റെപ്പ് ചെയ്യുകയും ചെയ്തോ ഇതിനകം തന്നെ? ധനസുമതിലേക്ക് വരാം. ജ്ഞാനേഷ് കുമാർ എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ കമ്മീഷണർക്കെതിരെ കർശന നിലപാടുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലെ മറുപടികൾ തൃപ്തികരമല്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിയമപരമായും രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ ക്യാമ്പയിനിലേക്കും നടപടികളിലേക്കും കടക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കമ്മീഷണറായ ജ്ഞാനേഷ് കുമാർ പദവിയിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇംപീച്ച്മെന്റ് നടപടികളിലേക്ക് പോകാൻ ഇന്ത്യ സഖ്യം ആലോചിക്കുന്നു. ഒന്ന്. രണ്ടാമത്, രാഹുൽ ഗാന്ധി മാത്രം സത്യവാങ്മൂലം എഴുതി തരണമെന്ന ആവശ്യത്തെ നിരാകരിക്കാനാണ് രാഹുൽ ഗാന്ധി ക്യാമ്പിന്റെ തീരുമാനം. സത്യവാങ്മൂലം എഴുതി നൽകില്ല എന്ന് മാത്രമല്ല, കൂടുതൽ കടുത്ത വെളിപ്പെടുത്തലുകളും കർശന വിമർശന നിലപാടുകളുമായി തെരുവ് നിറയാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. ഇന്നിപ്പോൾ വോട്ട് അധികാർ യാത്ര ബീഹാറിൽ 2ാം ദിവസം പുരോഗമിക്കുകയാണ്. വലിയ തോതിൽ ജനക്കൂട്ടത്തെ ഈ സംഗതി വോട്ട് ചോരിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്ന പ്രത്യാശയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒരുമിച്ചാണ് യാത്ര നടത്തുന്നത്. ഗ്രാമാന്തരങ്ങളിലെ ജനങ്ങൾക്കിടയിൽ വോട്ട് കൊള്ള എന്ന സംഗതി എത്തിക്കാൻ കഴിയുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ധനസുമോദ് തുടരുന്നു. ധനസുമോദ്, ഇംപീച്ച്മെന്റ് എന്ന തീരുമാനം ഇന്ത്യ സഖ്യം എടുത്തോ? ഇംപീച്ച്മെന്റ് എന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നത്. കോൺഗ്രസ് ഇന്ത്യ സഖ്യ യോഗത്തിലാണ് ഇക്കാര്യം മുന്നോട്ട് വെച്ചത്. കാരണം ഒരു കാരണവശാലും രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനോട് മാപ്പ് പറയണം എന്ന് പറയാനായി ഒരു നിയമപരമായിട്ടുള്ള ഒരു പിന്തുണയും ഒരു അവകാശവും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനില്ല. മാത്രമല്ല, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തി കേന്ദ്രീകരിച്ചത് മുഴുവനും രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിലായിരുന്നു. ഇതേ ആരോപണങ്ങൾ തന്നെയാണ് വയനാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അനുരാഗ് താക്കൂർ നടത്തിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കുകയോ അദ്ദേഹം മാപ്പ് പറയുകയോ ചെയ്യാതെ കേവലം പ്രതിപക്ഷ നേതാവിൽ രാഹുൽ ഗാന്ധിയിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ ബിജെപിയെയും കോൺഗ്രസിനെയും രണ്ട് തട്ടിൽ കാണുന്ന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു തീരുമാനത്തിലാണ് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇംപീച്ച്മെന്റ് എന്ന ഒരു ആശയം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ലോക്സഭയിലും രാജ്യസഭയിലും ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലോക്സഭയിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ 100 എംപിമാരുടെ ഒരു പ്രമേയത്തിലുള്ള പിന്തുണയാണ് വേണ്ടത്. അത് ഇന്ത്യ സഖ്യത്തിനുണ്ട്. 50 എംപിമാരുടെ ഒരു പിന്തുണയാണ് ഈ പ്രമേയത്തിൽ രാജ്യസഭയിൽ വേണ്ടത്. അതും രാജ്യസഭയിലുണ്ട്. ഈ പ്രമേയം പൂർണ്ണമായി പാസ്സാക്കുമോ എന്ന് ചോദിച്ചാൽ അത് പാസ്സാക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ എങ്കിൽ പോലും രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പദവിയിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞ് ഒരു ഇംപീച്ച്മെന്റില്ല ഒരു ആലോചനയിലേക്ക് പോലും ഇപ്പോൾ ഇന്ത്യ സഖ്യം നീങ്ങിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടികളുമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നത്. ശരി, ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണ് ഇന്ത്യ സഖ്യം.